ഇറാൻ അമേരിക്ക വിഷയത്തിൽ ഒരു ശുഭ പ്രതീക്ഷ തന്നെയാണ്. ഏത് നിമിഷവും ഒരുപക്ഷെ ഈ സംസാരം പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കരാർ ഒപ്പിട്ടേക്കാം. കരാർ എന്നത് അന്തിമ കരാറല്ല, ഒരു ധാരണാപത്രം മാത്രമാണ്. ഈ ധാരണാപത്രത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലമേറെയായി. അതുകൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാമെന്നല്ലാതെ മറ്റ് ഊഹാപോഹങ്ങൾക്ക് വലിയ സ്ഥാനമില്ല. അതിൽ 14 ഇന നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നതാണ് പൊതുവെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ഏതാണ്ട് സിംഹഭാഗവും അമേരിക്ക അംഗീകരിച്ചതായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ നീക്കവും. ഈ ഒരു കാര്യത്തിനും ഇറാൻ സ്ഥിരീകരണം നൽകുന്നില്ല. കരാർ ഒപ്പിടില്ല, അതായത് ധാരണാപത്രത്തിൽ തങ്ങൾ ഒപ്പിടില്ല എന്ന് ഇറാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം, ഇപ്പോൾ, ഇതാ, ഈ നിമിഷം എന്നൊക്കെ പറയുന്ന ട്രംപ് മാത്രമാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. കൃത്യമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് മാത്രം പറയാം. പെറാൻ പോകുന്ന കുഞ്ഞിന് ജാതകം നോക്കുന്നതിന്റെ കാര്യമില്ലല്ലോ. നടക്കട്ടെ, പ്രസവം നടക്കട്ടെ. അതുകൊണ്ട് കരാർ, താൽക്കാലിക കരാർ, അല്ലെങ്കിൽ 60 ദിവസത്തേക്ക് അവിടെ സമാധാനം, ആ പ്രദേശത്ത് സമാധാനം വരാൻ സാധ്യമാകുന്ന കരാർ, അതിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന വ്യവസ്ഥകളെ വിശകലനം ചെയ്യുന്നു. കരുതപ്പെടുന്നത് എന്ന് എനിക്ക് പറയാനാവൂ. കാരണം ഇത് പുറത്തു വന്നെങ്കിൽ മാത്രം, ഇതിന്റെ കരട് പോലും പൂർണ്ണാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല. ഇത് മാധ്യമങ്ങൾ നൽകുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇംപ്രഷൻ മാത്രമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അതിലൊന്ന്, ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കുന്നു. ഇറാൻ നേരെയുള്ള അമേരിക്കൻ ഉപരോധം, നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നു. ഇതാണല്ലോ ഏറ്റവും പ്രധാനം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതല്ലല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന തർക്കമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ വിഷയത്തിലാണ്. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അതുകൊണ്ട് ആണവ കരാറിലൂടെ അതിനെ ഒഴിവാക്കണം. ഇതായിരുന്നല്ലോ അടിസ്ഥാന വിഷയം. ആ ചർച്ചകൾക്ക് മധ്യയാണല്ലോ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ മേൽ ബോംബ് വർഷം നടത്തിയതും യുദ്ധം കൊണ്ടുവന്നതും. 2026 ഫെബ്രുവരി മാസം 28, തലേവർഷം 2025 ജൂൺ മാസവും അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതും ഇതേ കാരണം പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. അപ്പൊ അടിസ്ഥാന വിഷയം ആണവമാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം, ആണവായുധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന ഉറപ്പ് ഈ കരാറിന്റെ, അല്ലെങ്കിൽ ഈ ആദ്യ ധാരണയുടെ ഭാഗമായി ഉണ്ടാകുമോ? യാതൊരു നിശ്ചയമില്ല. ഇറാൻ അതേക്കുറിച്ച് ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്തിമ കരാറിന്റെ, അതായത് 2 മാസത്തിന് ശേഷം, 2 മാസം സമാധാനം ഉണ്ടായതിന് ശേഷം കോംപ്രിഹെൻസീവായി ഒപ്പിടപ്പെടുന്ന കരാറിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന ഒരു പോയിന്റാണ്, അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം സംഭവിച്ച ഉപരോധം, ഇറാനെതിരെയുള്ള നാവിക ഉപരോധം, ഒരു ലാർജർ ഉപരോധം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേക ഹോർമൂസിലെ നാവിക ഉപരോധം, അതുപോലെ ഹോർമൂസ് കംപ്ലീറ്റ്ലി അടച്ച ഇറാന്റെ നിലപാടുകൾ, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഈ കരാറിലൂടെ, അന്തിമ കരാറില്ല, ഒരു പ്രാഥമിക കരാറിലൂടെ ഇപ്പോൾ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അതാണ് ഒരു വിഷയം. അതാണ് അത്ഭുതകരമായ ഒരു കാര്യം. അപ്പൊ പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്നൊക്കെ ചോദിച്ചാൽ അത് ഉത്തരം പറയാനാവാത്ത ഒരു അന്തരീക്ഷം വരും. യുദ്ധത്തിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കരാർ. അതിനർത്ഥം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്നു എന്നല്ലേ അർത്ഥം. അമേരിക്ക ഇറാനെ ആക്രമിച്ച അതേ രാജ്യം തന്നെ ആക്രമണത്തിനുള്ള ഹേതുവായ കാരണങ്ങൾ ഒരുപക്ഷെ പിൻവലിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഈ രണ്ടാമത്തെ കാര്യം, ഈ കരട് ധാരണയിൽ അല്ലെങ്കിൽ ഏകദേശ ധാരണയിൽ, ധാരണാപത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, ഇറാൻ എക്കാലത്തും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആവശ്യപ്പെടുന്നത് ഇറാന്റെ ആസ്തികളുടെ നല്ലൊരു പങ്ക് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ്. ഗൾഫ് രാജ്യങ്ങളിലും മറ്റിടങ്ങളിലുമായി മരവിപ്പിക്കപ്പെട്ടിട്ടുള്ള $12 ബില്യൺ, അതുപോലെ മറ്റൊരു $12 ബില്യൺ മറ്റൊരു വകയിൽ ഉള്ള കണക്കാണ്. അങ്ങനെ $24 ബില്യൺ. അത് ഹ്യൂജ് എമൗണ്ട് ഒന്നുമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാന്റെ ആകമാന ആസ്തി വിവരങ്ങൾ നോക്കുമ്പോൾ അത് അത്ര നിർണായകമാകണമെന്നില്ല. പക്ഷെ സിംബോളിക് ആണ്, തീരെ ചെറുതുമല്ല എമൗണ്ട് എന്നും കൂടെ ഓർക്കണം. അത് റിലീസ് ചെയ്യാൻ, ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയിൽ റിലീസ് ചെയ്യാനുള്ള തീരുമാനമാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇറാനിയൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതീവ ക്രൂദ്ധനായിട്ടാണ് ഡൊണാൾഡ് ട്രംപ്
അതിനോട് പ്രതികരിച്ചത്. ഒരു പൈസ തങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പൊ ഈ ധാരണയിലാകുന്നു എന്ന് കരുതപ്പെടുന്ന പല കാരണങ്ങളിലും ഇറാന്റെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലോകമാധ്യമങ്ങൾ പലതും അറബി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ അങ്ങനെ അല്ല എന്ന് ട്രംപ് പറയുമ്പോൾ ആര് പറയുന്നതാണ് ശരി? അപ്പൊ അക്കാര്യത്തിൽ ഒരു ധാരണയുണ്ട് എന്ന് പറയാനാവില്ല. ധാരണാപത്രത്തിൽ അത് ഉൾപ്പെടുത്തുമോ എന്നറിയില്ല. അത് ഉൾപ്പെടുത്താൻ വിസമ്മതിക്കപ്പെട്ടാൽ ധാരണാപത്രം തന്നെ സാധ്യമാവുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. മൂന്നാമത്തെ വിഷയം അതീവ സങ്കീർണമാണ്. അത് ആ മേഖലയിലല്ല, അതിന് പുറത്താണ്. ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുന്നു, നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ബെയ്റൂട്ടിലേക്കും തെക്കൻ ലെബനിലേക്കും ഇസ്രയേലിന്റെ ആക്രമണം നടക്കുന്നു. അത് ഇറാൻ ഒരു വലിയ വിഷയമായി തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം നിർത്തിവെക്കുക എന്നത് ഈ താൽക്കാലിക ധാരണയുടെ ഭാഗമാകേണ്ടതുണ്ട്. അതിന് അമേരിക്ക ഇസ്രയേലിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഇസ്രയേലി കരാറിന്റെ പങ്കാളിയല്ല എന്ന് ഓർക്കണം. ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ് ഇറാനെ ആക്രമിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ ഈസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അമേരിക്ക. അപ്പൊ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പൂർണ്ണമായി ഇസ്രയേൽ അമേരിക്കയുടെ കൺട്രോളിലാവും എന്നത് കേവലം പ്രതീക്ഷ മാത്രമാണ്. പലപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും ആ ഒരു കെട്ട് പൊട്ടിച്ച് ഇസ്രയേൽ പുറത്തു ചാടുകയും ഇസ്രയേലിന് സ്വകാര്യമായ ചില അജണ്ടകൾ, നീക്കങ്ങൾ ഉള്ളതായും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കരാർ, അന്തിമ കരാറല്ല, താൽക്കാലിക കരാർ സാധ്യമായാൽ തന്നെ ഇസ്രയേൽ ലെബനനെതിരെ തുടരാക്രമണം നടത്തില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ഒരു കരാറിന്റെ ഭാഗമായി മൂന്നാമത് രാജ്യമായി ഇസ്രയേലിനെ പങ്കെടുപ്പിക്കാൻ ആവുമോ? അത് ന്യായമായ ഒരു ചോദ്യമാണ്. ഏതായാലും ശുഭോദർക്കമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ആദ്യ സൂചന എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 110 ദിവസമാകുന്നു. ഇത്രയും ദിവസമായിട്ടും അവിടുത്തെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നിട്ടില്ല. അപ്പൊ അത് വളരെ ആഘോഷമായി നടക്കാൻ ജൂലൈ മാസം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങൾ. ഇറാന്റെ ജനസംഖ്യ 9 കോടി ആണ്. അതിൽ 2 കോടിയോളം ജനങ്ങൾ, അതൊരു രാജ്യത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 5-1 പരം ആളുകൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നു. ഘോഷയാത്രകളിലും വിലാപയാത്രയിലും ശവസംസ്കാര ചടങ്ങിലും എല്ലാം തന്നെ ഖബറടക്കത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദേശീയ വികാരമാണ്. ഒരു കാര്യം ഓർക്കുക, ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ഒരു രാജ്യത്തെ അവലോകനം ചെയ്യാൻ നമുക്കാവും. പക്ഷേ ഒരു രാജ്യത്തിന്റെ മൊറാൽ, ആത്മവീര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആത്മവീര്യമാണ്. അവരുടെ പ്രിയപ്പെട്ട ആത്മീയ നേതാവ്, ആ ആത്മീയ നേതാവിനോട് ചിലപ്പോൾ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടാകാം, ലക്ഷക്കണക്കിന് ആളുണ്ടാവാം, പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ കരാർ ഒപ്പിടുന്നു എന്ന് കേൾക്കുമ്പോൾ ഇറാൻ ഉള്ളിൽ പ്രതിഷേധം പുകയുന്നു. ഇറാൻ അനുകൂലമായ വ്യവസ്ഥകളല്ല എന്ന് ഒരു വിഭാഗം ഇറാനിയൻസ് ചിന്തിക്കുന്നു. അതിനെതിരെ അവർ തെരുവിൽ പ്രകടനം നടത്തുകയാണ്. അമേരിക്കയുമായി ഈ രീതിയിലുള്ള ധാരണാപത്രം ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് അരാക്ചിക്കെതിരെ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കും മുഹമ്മദ് ഖാലിബാഫിനും, അതായത് പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫിനും, ഇവർ രണ്ടുപേരുമാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത്. അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇറാന്റെ പല നഗരങ്ങളിൽ, തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇറാനിൽ ഒരു മാറ്റമുണ്ടാകുന്നു. കരാറിലേക്ക് എത്താൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ സൂചന എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്ന് പറയാനാവില്ല, നാളെയാകാം, മറ്റന്നാളാകാം, 2 ദിവസം കഴിഞ്ഞാകാം. പക്ഷേ ജൂലൈ 4 മുൻപ് ഏകദേശ ധാരണയായില്ല എങ്കിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഈ മരണാനന്തര ചടങ്ങുകൾ നടക്കില്ലല്ലോ. അത് വലിയ ആഘോഷമാക്കാനും അതൊരു ദേശീയ വികാരമാക്കാനുമുള്ള ഒരുക്കത്തിലാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ഹരിച്ചു കുടിച്ചൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ആക്ച്വൽസിലേക്ക് വരുമ്പോൾ ഇറാൻ ഉള്ളിൽ നിന്നും വരുന്ന സൂചനകൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇറാന് കൂടി സ്വീകാര്യമാകുന്ന ഒരു രീതിയിൽ ആണ് വരുന്നത്. അതിനായി പാകിസ്ഥാന്റെ ഈ കരാറിനെ കുറിച്ച് പറയുന്ന പാകിസ്ഥാൻ സ്പോൺസർഡ് കരാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന കരാർ, ഇസ്ലാമാബാദ് അക്കോർഡ് എന്നൊക്കെ ഉള്ള പേര് വരുന്നു. അന്തിമമായി എന്ത് പേരാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നറിയില്ല. ഒപ്പിടപ്പെടുന്നത് ഇസ്ലാമാബാദിലാവില്ല, ഒരിടത്തുമാകാൻ സാധ്യതയില്ല. ആദ്യം കേട്ടു ഒരുപക്ഷെ ജനീവയിലായിരിക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അവിടെ എത്തുന്നു, ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റ് സ്പീക്കർ എത്തുന്നു എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ഇലക്ട്രോണിക് സൈനിങ് ഓഫ് ദി അക്കോർഡ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിക് സൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ നേരിട്ട് വ്യക്തികൾ വരേണ്ടതില്ല, ഓൺലൈനായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ പക്ഷേ ഇറാൻ ഉള്ളിൽ
ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ്, ഇപ്പോഴത്തെ നേതാവ് അയത്തുള്ള മുജ്തബ ഖമനേയി ഒരു അവിടെ ഇന്റേണലി ഒരു എഗ്രിമെന്റിൽ എത്തണം. അവിടുത്തെ വ്യവസ്ഥയുമായി അവിടുത്തെ സൈനിക തലവൻ ഒപ്പിടേണ്ടതുണ്ട്. അതിനുശേഷം ഇവരുടെ അനുവാദത്തോടുകൂടി ഒരുപക്ഷെ പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രിയും എല്ലാം ഇൻവോൾവ് ആകുന്ന ഒരു പ്രോസസ്സിലൂടെ ഒരു ധാരണയിൽ ആഭ്യന്തരമായി എത്തിയതിനു ശേഷം മാത്രമേ ഒരു രാജ്യത്തിന് വേണ്ടി ഇലക്ട്രോണിക് സൈനിങ് സാധ്യമാവും. അത് ആര് ചെയ്യും, ഒരു രാജ്യത്തിന് വേണ്ടി ആര് ചെയ്യുമെന്നത് സാങ്കേതികതയാണ്. ആ സാങ്കേതികതയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിഗമനങ്ങൾ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് സൈനിങ് സാധ്യമാകുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് ഇതൊരു ഇടക്കാല കരാറാണ്. ഇത് പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറല്ല. 2 മാസത്തെ കൃത്യം 2 മാസത്തേക്ക് മാത്രം വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ ഉപരോധം പിൻവലിക്കൽ അല്ലെങ്കിൽ ഹോർമൂസ് അടച്ചത് തുറക്കൽ എന്നിവയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് അന്തിമ കരാർ, അത് ആണവ വിഷയത്തെക്കുറിച്ചാണ്. അത് ഇറാന്റെ ആണവായുധങ്ങൾ എന്തു ചെയ്യണം, സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും മാറ്റുക എന്നതാണോ, അതോ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ വെച്ച് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്ത് നിർവീര്യമാക്കി ഊർജ്ജ ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണോ, അതോ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണോ? ഏത് എഗ്രിമെന്റ് ആണ് അന്തിമ കരാറിൽ ഉണ്ടാകുന്നത് എന്നറിയില്ല. ഈ കരാറിന്റെ ഭാഗമായി ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയം, അതേക്കുറിച്ച് ഈ കരാറിന്റെ ഇപ്പോൾ ഉള്ള ഇടക്കാല കരാറിന്റെ ഭാഗമായി വരുമോ എന്നതിനെക്കുറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പുമില്ല. ആകെ ഇറാൻ പറയുന്നത് ഒരു കാര്യമാണ്, അന്തിമ കരാറിലാണെങ്കിലും ഇപ്പോഴത്തെ ഇടക്കാല കരാറിലാണെങ്കിലും ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അന്തിമ കരാർ ആ ഒരു പ്രശ്നത്തിൽ തകരുമോ? പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. 2015 ബറാക്ക് ഒബാമയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തി. യൂറോപ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ആണവ ശക്തികളുടെ ഉൾപ്പെടെ റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ ഈ രാജ്യങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചൊരു കരാറുണ്ടല്ലോ. അതിന് സമാനമായ ഒരു കരാർ ഒപ്പുവെച്ച് കൂടായികയില്ല. അപ്പോൾ ഇറാന്റെ ഒരു ആണവ കപ്പാസിറ്റി നിലനിർത്തുകയും എന്നാൽ യുദ്ധ ആവശ്യത്തിനു വേണ്ടി, വെപ്പണൈസേഷന് വേണ്ടി, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന കൃത്യമായ ഉറപ്പും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷനും ഒക്കെ ഉള്ള ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ആകാൻ സാധ്യതയുണ്ട്. ഇറാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു. ഇറാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടില്ല, ആണവായുധങ്ങൾ നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അത് ഹറാമാണ് എന്നതാണ് അയത്തുള്ള അലി ഖുമൈനി ഇക്കാലത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ അത് എന്തിനാണ് പിന്നെ 60% സമ്പുഷ്ടീകരിച്ചത് എന്ന ന്യായമായ ചോദ്യം അവിടെ ഉയരുകയും ചെയ്യുന്നു. ഇതിനിടയിൽ എവിടെയോ ആണ് സത്യം. അതുകൊണ്ട് ഇറാന്റെ ആണവ വിഷയം ഇനിയും കൈകാര്യം ചെയ്യപ്പെടാനുള്ള ഒരു വിഷയമാണ്. മധ്യപൂർവ്വ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വം ഇതുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് താൽക്കാലിക ഇടക്കാല ധാരണാ പത്രത്തെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഇത് കൂടുതലും വെളിയിൽ വന്നത് ട്രംപിൽ നിന്നായതുകൊണ്ട് നാളെ മലക്കം മറിയില്ല എന്നും പറയാനാവില്ല. കാരണം തൊട്ട് 24 മണിക്കൂർ മുൻപാണ് ട്രംപ് പറഞ്ഞത് ഇറാനെ ചുട്ട് ഭസ്മമാക്കും. അത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതൊരു ചാക്രിക സ്വഭാവമുള്ളൊരു വർത്തമാനമാണ്. ഇതെല്ലാം പറഞ്ഞ് പിറ്റേന്ന് പറയുകയാണ്, ഇല്ല ഞങ്ങൾ ആക്രമിക്കുന്നില്ല, ഞങ്ങൾ സമാധാന കരാറിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പൊ കമ്പോള നിലവാരം എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരമനുസരിച്ച് മാത്രമേ ഇതിനെ വിലയിരുത്താനാവൂ എന്നതുകൊണ്ടും നാളെ മറിച്ചൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്ന് ദയവായി പ്രേക്ഷകർ ചിന്തിക്കരുത് എന്നും ഓരോരുത്തർ പറയുന്നതിനെ വെച്ച് മാത്രമേ നമുക്ക് വിലയിരുത്താനാവൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാധാനം പുലരട്ടെ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അന്തരീക്ഷത്തിൽ ആകമാനം പറന്ന് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.